ചേരുന്നത്. ആദ്യം ശ്രീ എ സമ്പത്ത്, രാഹുൽ പോയി പ്രിയങ്ക വരികയാണ് വയനാട്ടിലേക്ക്. ഇത് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്ന് കോൺഗ്രസും UDFും കണക്ക് കൂട്ടുകയാണ്. അത് സ്വാഭാവികമാണ്. രാഹുലിന്റെ അതേ രീതിയിൽ തന്നെയുള്ള എഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമല്ലോ പ്രിയങ്കയ്ക്കും വയനാട്ടിൽ. പക്ഷെ ഇതിനെ LDF മറ്റൊരു കണ്ണിലൂടെ കാണുകയാണല്ലോ. എന്തിനീ നാടകം കളിച്ചു എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. പക്ഷെ അങ്ങനെ ചോദിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇതൊരു രാഷ്ട്രീയ പോരാട്ടം ആ രീതിയിൽ തന്നെ കണ്ടാൽ പോരെ? അതെ, രാഷ്ട്രീയ പോരാട്ടം എന്നത് വളരെ പ്രധാനപ്പെട്ട പോരാട്ടമാണ്. രാഷ്ട്രീയ പോരാട്ടം എന്നത് വളരെ സങ്കീർണമാണ്. രാഷ്ട്രീയ പോരാട്ടത്തിന് ഒരു പോരാട്ടത്തിൻ്റെ ഒരു ബാറ്റിൽ വൺ ഈസ് നോട്ട് എ വാർ വൺ ആൻഡ് എ ബാറ്റിൽ ലോസ്റ്റ് ഈസ് നോട്ട് എ വാർ ലോസ്റ്റ്. അവിടെ ഉയർത്തപ്പെടുന്ന മുദ്രാവാക്യങ്ങളും അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളും അത് വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മളൊരു തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങൾ കൊണ്ട് മാത്രമായി തീരുന്നതല്ല. അപ്പം ഞങ്ങളിത് പറയുന്നതിൻ്റെ കാരണം, മഞ്ജുഷേ, കോൺഗ്രസ് BJPയെ മുഖ്യശത്രുവായിട്ടാണോ കാണുന്നത്? അതല്ല, KPCC നേതൃത്വം പലപ്പോഴും എടുക്കുന്നതായിട്ടുള്ളൊരു നിലപാടുണ്ട്. കോൺഗ്രസിൻ്റെ എൻ്റെ ചങ്ങാതി കൂടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ ആ നിലപാടുകളെ ന്യായീകരിക്കാൻ അദ്ദേഹം അങ്ങേയറ്റം അതിനുവേണ്ടി പരിശ്രമിക്കുക തന്നെ ചെയ്യും. ഞാനത് സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ CPIM ഇടതുപക്ഷവുമാണോ പ്രധാനപ്പെട്ട ശത്രു? അല്ലല്ലോ. അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്നു എന്നതും BJPക്കെതിരായ പോരാട്ടത്തിന് അങ്ങനെ ഒരു ദേശീയമായ മാനമായി, അങ്ങനെ ഒരു മുഖമായി നിൽക്കുകയും ചെയ്യുന്ന നേതാവ്, അങ്ങനെ ഇന്ത്യ മുന്നണിയിലെ തന്നെ ഘടകകക്ഷികൾ എന്ന് ഞാൻ പൂർണ്ണമായ അർത്ഥത്തിൽ പറയുന്നത് ശരിയല്ലെങ്കിലും ആ മുന്നണിയിലുള്ള മറ്റ് CPM, CPI, അതുപോലെ തന്നെ കേരള കോൺഗ്രസ്, RJD, ഞാൻ ലല്ലുവിൻ്റെ പാർട്ടിയാണ് ഉദ്ദേശിച്ചത്. അത് ഇപ്പോൾ UP എങ്കിൽ സമാജ്വാദി പാർട്ടി, NCP, അങ്ങനെയുള്ള, ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ DMK, ഇങ്ങനെ നിരവധി പാർട്ടികളുണ്ടല്ലോ. രണ്ട് മുന്നണിയിലും, ഇപ്പോൾ NDA മുന്നണിയിലായാലും അതല്ല ഇന്ത്യ മുന്നണിയിലായിരുന്നാലും 2 ഡസനിലധികം പാർട്ടികൾ, ചെറുതും വലുതുമായ പാർട്ടികൾ, ദേശീയ പാർട്ടികളും പ്രാദേശിക പാർട്ടികളും ഒക്കെ തന്നെ അതിൽ അംഗങ്ങളാണ്. വാസ്തവത്തിൽ നൽകുന്നതായ ഒരു സന്ദേശം എന്നത് ഇങ്ങനെ അല്ലല്ലോ പോവേണ്ടത്. വയനാടിൽ അദ്ദേഹം മത്സരിക്കുന്നു എന്നുള്ളത് ആർക്കും, ഇന്ത്യയിലെ ഏത് പൗരനും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാനുള്ള യോഗ്യതയുള്ള എല്ലാവർക്കും ഏത് മണ്ഡലത്തിലും മത്സരിക്കാം ഇന്ത്യയിൽ. അതിന് യാതൊരു, ജമ്മു കാശ്മീർ ഉൾപ്പെടെ ഏത് സംസ്ഥാനത്തും മത്സരിക്കുകയും ചെയ്യാം. അതിനൊന്നും ഒരു വിലക്കുമില്ല. എന്നാൽ അത്തരത്തിൽ മത്സരിക്കുമ്പോൾ നൽകുന്നതായ ഒരു സന്ദേശമുണ്ട്. അത് നേരത്തെ തന്നെ ശ്രീ രാഹുൽ ഗാന്ധി വയനാടിൽ മത്സരിക്കുന്ന വേളയിൽ തന്നെ LDFിൻ്റെ നേതാക്കളും ഉയർത്തിയിരുന്നതായ ഒരു ചോദ്യമാണ്. ഇനി അടുത്ത് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വരുന്നു, ശ്രീമതി പ്രിയങ്ക ഗാന്ധി വന്നു മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ചിത്രം മാറുമോ മാറില്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ളതെല്ലാം പിന്നീട് അങ്ങോട്ടുള്ളത് വരട്ടെ. പക്ഷേ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ മുദ്രാവാക്യമുണ്ട്, ഞങ്ങൾ എടുക്കുന്നതായ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുണ്ട്. ഇവിടെ വാസ്തവത്തിൽ കോൺഗ്രസ്, പ്രത്യേകിച്ചും കേരളത്തിൽ ഇവർ എടുക്കുന്നതായ നിലപാടുകൾ അത് പല രീതിയിലും BJPക്ക് സഹായകരമാകുന്ന നിലയിലേക്കുള്ളതായി മാറുകയാണ്. അപ്പം ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ആലപ്പുഴയിൽ ആരിഫ് തോറ്റു, ശ്രീ KC വേണുഗോപാൽ ജയിച്ചു. വ്യക്തിപരമായി രണ്ടുപേരും എൻ്റെ സുഹൃത്തുക്കളാണ്, ഒരാൾ എൻ്റെ സഖാവുമാണ്. ഇപ്പോൾ സംഭവിക്കുന്നത്, രാജ്യസഭയിൽ കോൺഗ്രസിൻ്റെ അംഗസംഖ്യയിൽ കുറവുണ്ടായി. വാസ്തവത്തിൽ കോൺഗ്രസിൻ്റെ മറ്റൊരു സ്ഥാനാർത്ഥി മത്സരിച്ചാൽ ജയിക്കുമായിരുന്നോ എന്ന് ചോദിച്ചാൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രത്തിൽ വെച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളിലെല്ലാം ഇപ്പോൾ ഞാനതിലെന്തെങ്കിലും നേരത്തെ ആണെങ്കിൽ പ്രവചനം നടത്താനോ ഇപ്പോൾ ഞാനതിലൊരു വിലയിരുത്തൽ നടത്താനോ തയ്യാറാവുകയല്ല. തങ്ങളുടെ കയ്യിലുള്ള ഒരു സീറ്റ് അത്തരത്തിൽ BJPക്ക് കാഴ്ചവെക്കുന്ന നിലയിലേക്ക് മാറിയില്ലേ എന്നുള്ളതാണ് എൻ്റെ വിനീതമായ ചോദ്യം. അവിടെ സംഭവിച്ചതും കോൺഗ്രസ് മറ്റൊരു സ്ഥാനാർത്ഥിയാണ് ജയിച്ചിരുന്നു എങ്കിൽ പോലും ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ജയിച്ചാൽ പോലും വാസ്തവത്തിൽ ആ രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെടില്ലായിരുന്നു. ഇപ്പോൾ അടുത്തിടെ ഉണ്ടായ വാർത്തകളിൽ നമ്മൾ കണ്ടായിരുന്നല്ലോ, ഈ രാജ്യസഭയിൽ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള പദവി, രാജ്യസഭയിൽ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള പദവി നഷ്ടപ്പെടാതെ ഇരുന്നത് തന്നെ നെക്കൻ നെക്കായിട്ടാണ്.
ഒരെണ്ണം കൂടി മറിഞ്ഞു പോയിരുന്നെങ്കിലുള്ള ഒരു അവസ്ഥ എന്നുള്ളത് ഞങ്ങളത് ആഗ്രഹിക്കുന്ന നിലയിലല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഒരുപക്ഷെ ഞങ്ങൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ചും കേരളത്തിലെ പല ചങ്ങാതിമാരും അവർക്ക് സന്തോഷമുണ്ടാവാം ഇടത് ഇങ്ങനെ ചുരുങ്ങുന്നു എന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ കഴിയുന്നു എന്നുള്ളത്. ഇങ്ങനെ പല കാര്യങ്ങളിലും അവർക്ക് അത്തരത്തിലുണ്ടാകുന്നത്. ഞാനിപ്പോൾ ഈ വിജയിച്ച ഏതെങ്കിലും സ്ഥാനാർത്ഥികളെ അവരെ സംബന്ധിച്ച് എന്തെങ്കിലും അവരുടെ വിജയത്തെ ഞാൻ കുറച്ച് കാണാനല്ല. വിജയം തന്നെയാണ്, തോൽവി തന്നെയാണ്. അതിലൊന്നും ഒരു തർക്കവുമില്ല. ഞങ്ങൾക്ക് ലഭിക്കേണ്ടതായ വോട്ടുകൾ ലഭിക്കാതെ പോയതിനെ സംബന്ധിച്ചും ജയിക്കാൻ കഴിയുമായിരുന്ന സീറ്റുകൾ ജയിക്കാൻ കഴിയാതെ പോയതിനെ സംബന്ധിച്ചുമെല്ലാം ആഴത്തിലുള്ള പരിശോധന, അത്തരം കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള രീതി അനുസരിച്ച് അത് നടത്തുകയും ചെയ്യും. വയനാടിൽ വാസ്തവത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടും ഇപ്പോൾ അവർ സ്വീകരിക്കുന്ന നിലപാടും അതിന് എനിക്ക് വ്യക്തിപരമായും രാഷ്ട്രീയമായും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും BJPക്കെതിരായ പോരാട്ടത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ടവരുടെ അവരുടേതായ നിലപാടുകൾ അതിനെ സംബന്ധിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് പറയുകയാണ്, യോജിപ്പില്ല. CPIയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വം ഇന്ന് ഈ കാര്യത്തെ സംബന്ധിച്ച് കോൺഗ്രസ് എന്ത് ചെയ്യണമായിരുന്നു എന്നാണ് എന്തായാലും മത്സരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണമായിരുന്നു എന്നാണ്. പല ഓപ്ഷൻ ഉണ്ടല്ലോ. ഒന്നുകിൽ രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കരുത്, പകരം റായ് ബറേലി ഒഴിയണമായിരുന്നു, അതാണോ? രണ്ട്, വയനാട് രാഹുൽ ഒഴിയുമ്പോൾ പകരം സംസ്ഥാന കോൺഗ്രസിലെ ഒരാൾ അവിടെ മത്സരിച്ചാൽ മതിയായിരുന്നു, ഇതാണോ? മഞ്ജുഷ കൃത്യമായി പോയിന്റ് ബ്ലാങ്കായി ഞങ്ങളെ ഇത് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഞങ്ങളെ പോയിന്റ് ബ്ലാങ്കായി തന്നെ മഞ്ജുഷ നിർത്തിയിരിക്കുകയാണ്. സഖാവ് ആനി രാജ ചോദിച്ചതുപോലെ താൻ ആ സ്ഥാനാർത്ഥി ഇപ്പോൾ വിജയിച്ച് രാജിവെക്കുന്നു. അപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി താൻ മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുന്നുണ്ട് എന്നും അത് ഇന്ന സംസ്ഥാനത്ത് ഇന്ന മണ്ഡലത്തിലാണ് എന്നും അദ്ദേഹം അന്ന് പറയാൻ തയ്യാറായില്ല. വയനാടിൽ മത്സരിക്കുമ്പോഴും വയനാടിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഹൈപ്പ് ഉണ്ടാക്കുമ്പോഴും ശരിയാണ്, അതിൻ്റേതായ ഓളവും മലയാളികളും എല്ലാം ഉണ്ടാവും. ദേശീയ നേതാവ് തന്നെയാണല്ലോ, അതിലൊന്നും ഒരു തർക്കവുമില്ല. എന്തുകൊണ്ട് അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞില്ല? സഖാവ് ആനി രാജയും ചോദിച്ചൊരു ചോദ്യമാണ്. പിന്നീടാണ് അദ്ദേഹം റായ്ബറേലിയിൽ അങ്ങനെ ഈ നമ്മളിപ്പോൾ റായ്ബറേലിയും അമേഠിയും ആ 2 സീറ്റുകൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ നേതാക്കൾ പറയും നെഹ്റു കുടുംബത്തിൻ്റെ സ്ഥിരമായി, ഞാൻ അങ്ങനെ ഏതെങ്കിലും ആരുടെയെങ്കിലും കുത്തകയാണ് കുടുംബവകയാണ് എന്നുള്ള ആ ഒരു അർത്ഥത്തിനൊന്നും എനിക്ക് അതിനോട് യോജിപ്പില്ല. പക്ഷേ സമാജ്വാദി പാർട്ടിയുമായി മുന്നണി ഉണ്ടാക്കാനും അത്തരത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു കരുത്ത് പകരാനായി കഴിയുന്ന നിലയിലേക്കും UPയിൽ ശക്തമായ ഒരു BJP വിരുദ്ധ വികാരം ഉള്ളത് ആ വിധത്തിൽ തന്നെ അത് മെറ്റീരിയലൈസ് ചെയ്യാനും അത് അഖിലേഷ് യാദവ് എല്ലാം നടത്തിയതായ ഒരു വലിയ പരിശ്രമമുണ്ട്. അത്തരം ഒരു കാര്യം വരുമ്പോൾ അവിടെ ഒരു മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കുന്നു എന്നുള്ളത് നേരത്തെ പറയാമായിരുന്നു. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനിക്കുമ്പോൾ ഉന്നത തലത്തിൽ ഹൈക്കമാൻഡ് അത്തരത്തിൽ തീരുമാനിക്കുമ്പോൾ അതെല്ലാം ഇവർക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് കേരളത്തിലെ ജനങ്ങളോട് വിശിഷ്യ വയനാട്ടിലെ ജനങ്ങളിൽ നിന്ന് ഒളിച്ചു വെച്ചു ഇല്ലേ, ഇതല്ലേ പറയേണ്ടത്. എന്തുകൊണ്ട് അങ്ങനെയാണ് എങ്കിൽ പ്രിയങ്ക ഗാന്ധി അന്നേ അവിടെ മത്സരിക്കാമായിരുന്നല്ലോ, വയനാട്ടിൽ തന്നെ മത്സരിക്കാമായിരുന്നല്ലോ. അവിടെ ഒരു സ്ഥാനാർത്ഥി സഹോദരി മത്സരിക്കുന്നു, സഹോദരൻ അപ്പുറത്ത് UPയിൽ അവിടെ മത്സരിക്കുന്നു. അപ്പോൾ അതല്ലാതെ ഇത്തരമൊരു കാര്യങ്ങളൊക്കെ തന്നെ വാസ്തവത്തിൽ അതൊരു നല്ലതല്ലാത്ത സന്ദേശം ആണ് നൽകിയത് എന്ന വിനീതമായ അഭിപ്രായമാണ് എനിക്കുള്ളത്. തെരഞ്ഞെടുപ്പാണ്, പോരാട്ടമാണ്, സ്വാഭാവികമായും വയനാട് സീറ്റ് രാഹുൽ ഒഴിയരുതായിരുന്നു എന്നുള്ള നിലപാട് താങ്കൾക്കോ താങ്കളുടെ പാർട്ടിക്കോ ഇല്ല. വയനാട് സീറ്റ് രാഹുൽ ഒഴിയരുതായിരുന്നു എന്നുള്ള നിലപാടില്ല. റായ്ബറേലി നിലനിർത്തുന്നതാണ് നല്ലത്, അത് തന്നെയാണ് നിലപാട് അല്ലേ? ഒഴിയ എന്നുള്ളതല്ല, അല്ല മഞ്ജുഷ, അതല്ല പറഞ്ഞത്. ഫ്രം ദ വെരി ബിഗിനിങ് ഇറ്റ്സെൽഫ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നമ്മളൊരു അത്തരത്തിൽ നമ്മുടെ സമ്മതിദായകരോട് ജനങ്ങളോട് ഒരു രാഷ്ട്രീയ സത്യസന്ധത സ്ഥാനാർത്ഥിയും നേതാവ് ആ പാർട്ടിയും മുന്നണിയും പുലർത്തണമായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ശരി 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 ശ്രീ ജിൻഡോ